ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് ഉണ്ടാക്കിയാലോ. ക്യാരറ്റും തൈരും വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തത്, സവോള കുഞ്ഞായിട്ടരിഞ്ഞത്, കുറച്ച് പച്ചമുളക് കുഞ്ഞായിട്ടരിഞ്ഞത്, പിന്നെ ഒരു പാക്കറ്റ് തൈരും വേണം. നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എണ്ണ ഒഴിച്ച് കടുക് നന്നായി പൊട്ടിച്ച ശേഷം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് സവോളയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടികളായിട്ട് ഇവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്കൊരു കുറച്ച് മുളക് പൊടിയും കൂടി, ഇത്രയും മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വേണ്ട, ഒരു അര സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ സ്പൂണാണെങ്കിൽ ഒരു സ്പൂൺ ചേർത്തോ, വലിയ സ്പൂണാണെങ്കിൽ അര സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. നമുക്കിനി ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന തൈര് ചേർക്കാം. തീ മാക്സിമം കുറച്ച് വെക്കണം. തൈര് ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തീ കൂട്ടി വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മളിവിടെ തൈരും ക്യാരറ്റും വെച്ചുള്ള അടിപൊളി ആയിട്ട് ഈ കറി റെഡിയാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. തൈരും ക്യാരറ്റും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാം. നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, താങ്ക് യു.